നമസ്കാരം, വണക്കം, സസ്രിയക്കാൾ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു വ്യക്തിത്വം ഹാരിസ് അമീർ അലി. അതായത് ഒരു വ്ളോഗറാണ് കക്ഷി. അതേപോലെ റോയൽ സ്കൈ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഓണറാണ്. കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വിദേശത്തേക്ക് പഠിപ്പിക്കാനും അതേപോലെ ഒരുപാട് ടൂറിസ്റ്റുകളെ കൊണ്ടുപോകാനും ഒക്കെ സഹായിക്കുന്ന ഒരു റോയൽ സ്കൈ എന്ന് പറഞ്ഞൊരു ഇതിൻ്റെ ഓണറാണ് ഹാരിസ് അമീർ അലി. തായ്ലൻഡാണ് പുള്ളി മെയിനായിട്ട് ആൾക്കാരെ കൊണ്ടുപോകുന്ന ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ബിക്കോസ് ഞാൻ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. ഒന്ന് ഫുൾ ഫാമിലി ആയിട്ടും പിന്നെ ഒന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാമുകിയായിട്ടും പോയിട്ടുണ്ട്. പക്ഷേ പുള്ളി ഒരു നിമിഷം പോലും നമ്മളെ വെറുപ്പിക്കാണ്ട് നമ്മുടെ കൂടെ നിന്ന് സംസാരിക്കും. അതായത് ഒരു 10 കൊല്ലത്തെ പരിചയമുള്ള ഒരാളെ എങ്ങനെ നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ ഒരു 10 കൊല്ലത്തെ പരിചയമുള്ള വ്യക്തി എങ്ങനെ സംസാരിക്കുന്നു അതേപോലെ നമ്മുടെ അടുത്ത് സംസാരിക്കും. എനിക്കിപ്പോൾ ഒരു 6 അടി പൊക്കമുണ്ട്, പക്ഷേ പുള്ളിക്ക് അതിനേക്കാളും കൂടുതലുണ്ട്, അതിനേക്കാളും കൂടുതൽ തടിയും ഉണ്ട്. പക്ഷെ നമുക്ക് അത്രയ്ക്ക് സ്നേഹം തോന്നും, കെട്ടിപ്പിടിക്കാൻ തോന്നും. അങ്ങനെ ഒരു നല്ലൊരു വ്യക്തിത്വമുള്ളൊരു കക്ഷിയാണ് ഹാരിസിക്കയുടെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കൂ. നെഗറ്റീവായിട്ട് അധികം വീഡിയോസൊന്നും ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. നമുക്ക് മോട്ടിവേഷൻ മാത്രം നോക്കാം. അതുകൊണ്ടിട്ട് പുള്ളിയുടെ വീഡിയോസ് കണ്ടിട്ട് അഭിപ്രായം പറയൂ. തായ്ലൻഡ് എന്ന് പറയുന്നത് ഒരു നല്ലൊരു രാജ്യമാണ്, ഏകാധിപത്യ ഭരണമുള്ള രാജ്യമാണെന്നാണ് ഞാൻ അറിഞ്ഞേക്കുന്നത്. അവിടെ ട്രാൻസ്ജെൻഡേഴ്സിനാണ് കൂടുതൽ, സെക്സ് ടൂറിസം ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, നമുക്ക് നല്ലത് മാത്രം നോക്കിയാൽ മതി. നല്ല നല്ല കാര്യങ്ങൾ മാത്രം നടക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ലോകത്തിലേക്ക് വെച്ച് തന്നെ 2ാമത്തെ ഏറ്റവും നല്ലൊരു ഫുഡുള്ള സ്ഥലമാണ്. നിങ്ങൾ പോവുകയാണെങ്കിൽ ട്രൈ ചെയ്യുക. നമ്മുടെ പൊറോട്ട പോലെ തന്നെ എന്താ പറയുക, മൈദമാവ് കുഴച്ച് അതിൻ്റെ നടുക്ക് കുറച്ച് മുട്ടയും പിന്നെ ഈ പറഞ്ഞ പോലെ റോബസ്റ്റ പഴമൊക്കെ ഇട്ട് ഒന്ന് എന്താ പറയുക അവരുടെ കുറച്ച് സോസൊക്കെ ഇട്ട് തരുന്ന ഒരു നല്ലൊരു അടിപൊളി ഫുഡ്. അതായത് ലോകത്തെ 2ാമത്തെ ഫുഡ് അതാണെന്നാണ് പറയുന്നത്. എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് അറിയില്ല എങ്കിൽ പോലും ദാറ്റ്സ് നല്ലതാണ് സംഭവം. പക്ഷേ ഹാരിസിക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 10-15 കൊല്ലമായിട്ട് ആ ഫീൽഡിലുണ്ട്. പുള്ളി ഒരുപാട് പേരെ കൊണ്ടുപോയിട്ടുണ്ട്. ഒരുപാട് ടൂർസ് ആൻഡ് ട്രാവൽസ് ഇതേപോലെ കുറേ ഗ്രൂപ്പ്സിനെ കൊണ്ടുപോയിട്ടുണ്ട്. ഒരു പ്രാവശ്യം പുള്ളിയുടെ ഒപ്പം പോയി കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കും പുള്ളിയുടെ ഒപ്പം പോകാൻ. പിന്നെ തായ്ലൻഡ് ട്രിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പുള്ളി ബിസിനസ്മാനാണ്. ഞാൻ അതിനകത്ത് കുറ്റമൊന്നും പറയുന്നൊന്നുമില്ല. 30,000 രൂപ ഒരാൾക്ക് വരുമെന്ന് പറയുന്നു. പക്ഷേ അതിൻ്റെ കൂടെ നമുക്ക് എക്സ്ട്രാ വരുന്ന ചിലവെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡബിൾ കാശും കൂടെ നമ്മുടെ കയ്യിൽ കരുതിയാലേ നമുക്ക് അവിടെ പോയി ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. സെക്സ് ടൂറിസം എന്നുള്ളത് ഒഴിവാക്കുക, ബാക്കിയുള്ളത് എൻജോയ് ചെയ്യുക. നമുക്കിവിടെ കാണാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ അവിടെയുണ്ട്, അത് എൻജോയ് ചെയ്യുക. അതായത് നമുക്ക് വളരെ കുറഞ്ഞ ചെലവിൽ വേറൊരു രാജ്യത്തേക്ക് പോയി കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് തായ്ലൻഡ്. അതിനെ എന്നെ ഏറ്റവും ഹെൽപ്പ് ചെയ്തതും മോട്ടിവേറ്റ് ചെയ്തതുമായ ഒരു വ്യക്തിയാണ് ഹാരിസിക്ക. താങ്ക്സ് ടു ഹാരിസ് അമീർ അലി. പുള്ളിയുടെ എല്ലാ സാധനങ്ങളും ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് നോക്കോളൂ. ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും. എൻ്റെത് ചെയ്യണമെന്ന് ഞാൻ പറയുന്ന പോലുമില്ല. പക്ഷെ പുള്ളിയുടെ ഒന്ന് കണ്ടു നോക്കൂ, സന്തോഷം തോന്നും. ചിരിച്ച മുഖം മാത്രമേ ഉള്ളൂ. ഇതുവരെയായിട്ടും ഒരു ദേഷ്യത്തോടൊരു മുഖം ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. നല്ല ആളാണ്, വളരെ നല്ല വ്യക്തിത്വമാണ്, വളരെ ഫാമിലി ഓറിയന്റഡ് ആണ്. അതേപോലെ എന്താ പറയുക, സ്നേഹം തുളുമ്പുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സത്യമായിട്ടും ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു നമ്മൾ പറയില്ല, ഒരു അമ്മയെ കെട്ടിപ്പിടിക്കുമ്പോൾ ഒരു സ്നേഹവും അച്ഛനെ കെട്ടിപ്പിടിക്കുമ്പോൾ ഒരു സ്നേഹവും ഉണ്ടെന്ന്, അതേപോലെ ഒരു സഹോദരനെ കെട്ടിപ്പിടിച്ചാലും ആ ഒരു സ്നേഹം ഉണ്ടാവുന്ന പോലത്തെ ഒരു ഫീൽ ചെയ്ത ഒരു വ്യക്തിത്വമാണ് ഈ പറഞ്ഞ ഹാരിസിക്ക. നന്ദി, നമസ്കാരം. നമുക്ക് വീണ്ടും കാണാം.